നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അണിയറകളിൽ നിന്നും ആരാധകരെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന കനത്തൊരു ബ്രേക്കിംഗ് ന്യൂസ് ഇപ്പോൾ പുറത്തു വരികയാണ്. 2020 ലോകകപ്പ് കിരീടം നേടി തിളങ്ങി നിൽക്കുമ്പോഴും ഇന്ത്യൻ ക്രിക്കറ്റിലെ രാഷ്ട്രീയ കളികളും അട്ടിമറികളും അവസാനിക്കുന്നില്ല എന്ന് തെളിയിക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ സെലക്ഷൻ കമ്മിറ്റിയുടെ ഉള്ളറകളിൽ നിന്നും ചോർന്നു കിട്ടിയിരിക്കുന്നത്. 2020 ഫോർമാറ്റിൽ ഇന്ത്യയെ നയിച്ചിരുന്ന ലോക ഒന്നാം നമ്പർ ബാറ്റർ സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റൻ സ്ഥാനത്തു നിന്നും പൂർണ്ണമായി നീക്കാൻ BCCIയും സെലക്ടർമാരും കടുത്ത തീരുമാനമെടുത്തിരിക്കുന്നു. എന്നാൽ അതുകൊണ്ടും തീരുന്നില്ല ഈ അട്ടിമറി രാഷ്ട്രീയം. നിലവിൽ ടീമിന്റെ താൽക്കാലിക നായകനായി ശ്രേയസ് അയ്യരെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി കസേരയ്ക്ക് വെറും 3-4 മാസത്തെ ആയുസ് മാത്രമേ ഉള്ളൂ എന്ന ഞെട്ടിക്കുന്ന സത്യമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വരാനിരിക്കുന്ന സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് വരെ മാത്രമായിരിക്കും ശ്രേയസ് അയ്യർ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ എന്നാണ് സെലക്ടർമാർ നൽകുന്ന രഹസ്യ സൂചന. അതിനുശേഷം ഇന്ത്യൻ 2020 ടീമിന്റെ നായകസ്ഥാനം ഏറ്റെടുക്കാൻ പോകുന്നത് ആരാണെന്നോ? അതെ, BCCIയുടെ പുതിയ പോസ്റ്റർ ബോയായ ശുഭ്മാൻ ഗിൽ തന്നെ. സൂര്യകുമാറിനെ മാറ്റിയ ശേഷം ഗില്ലിനെ 2020 സ്ക്വാഡിലേക്ക് തിരികെ കൊണ്ടുവരാനും അദ്ദേഹത്തെ പുതിയ സ്ഥിരനായകനായി വാഴിക്കാനും അജിത് അഗാർക്കറും കൂട്ടരും മാസങ്ങൾക്ക് മുൻപ് തന്നെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ പിടിച്ചുകുലുക്കുന്നത്. എന്തുകൊണ്ടാണ് ലോകകപ്പ് ജേതാവായ സൂര്യകുമാറിനെ ഇത്ര പെട്ടെന്ന് ക്യാപ്റ്റൻസിയിൽ നിന്നും തെറിപ്പിച്ചത്? ശ്രേയസ് അയ്യരെ കേവലം ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് അഥവാ താൽക്കാലിക ക്യാപ്റ്റൻ മാത്രമായി സെലക്ടർമാർ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട്? ശുഭ്മാൻ ഗില്ലിനെ ക്യാപ്റ്റനാക്കാൻ വേണ്ടി അണിയറയിലൊരുങ്ങുന്ന ആ വലിയ അജണ്ട എന്താണ്? സ്പോർട്സ് പിച്ചിന്റെ ഒരു ഞെട്ടിക്കുന്ന മാസ് ഇൻസൈഡ് സ്റ്റോറി വിശകലനത്തിലേക്ക് സ്വാഗതം. നമുക്കാദ്യം തന്നെ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഈ പുതിയ ഭൂകമ്പത്തിന്റെ ആദ്യ കാരണത്തിലേക്ക് വരാം. സൂര്യകുമാർ യാദവ് എന്ന ക്യാപ്റ്റനെ മാറ്റാൻ സെലക്ടർമാർ തീരുമാനിച്ചത് ഒരു ലളിതമായ കാര്യമല്ല. ഇന്ത്യയെ 2020 ലോകകപ്പ് കിരീടത്തിലേക്ക് നയിച്ച നായകനാണ് സൂര്യകുമാർ യാദവ്. എന്നാൽ ലോകകപ്പിന് പിന്നാലെ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി തെറിക്കുമെന്ന വാർത്തകൾ വന്നെങ്കിൽ അതിനു പിന്നിൽ കൃത്യമായ ചില അണിയറ നീക്കങ്ങളുണ്ട്. സെലക്ടർമാരുടെയും BCCIയുടെയും പുതിയ നയമനുസരിച്ച് 2028 നടക്കാനിരിക്കുന്ന ഒളിമ്പിക്സും അടുത്ത 2020 ലോകകപ്പും ലക്ഷ്യമിട്ട് ഒരു ദീർഘകാല ക്യാപ്റ്റനെയാണ് ഇന്ത്യക്ക് ആവശ്യം. സൂര്യകുമാറിന് ഇപ്പോൾ പ്രായം 35 കടന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭാവിയുടെ ടീമിനെ വാർത്തെടുക്കാൻ സൂര്യകുമാർ അനുയോജ്യനല്ല എന്ന കടുത്ത വിലയിരുത്തലിലാണ് സെലക്ഷൻ കമ്മിറ്റി എത്തിയത്. ഇതിനൊപ്പമാണ് കഴിഞ്ഞ IPL സീസണിലും അന്താരാഷ്ട്ര മത്സരങ്ങളിലും സൂര്യകുമാറിന്റെ